നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ബിജെപി വെട്ടിലാക്കി FCRA നിയമ ഭേദഗതി ബിൽ പ്രധാനമന്ത്രി വാക്കു പാലിച്ചില്ല എന്നുള്ള കടുത്ത വിമർശനവുമായി ഓർത്തഡോക്സ് സഭ രംഗത്തെത്തിയപ്പോൾ ബില്ല് പൗരന്മാരുടെ അവകാശത്തിന്മേലുള്ള ലംഘനമെന്ന് സിറോ മലബാർ സഭ ആശങ്ക പ്രകടിപ്പിച്ചു. ഭേദഗതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ബില്ല് RSSനെ സഹായിക്കാനാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താനുള്ള ശ്രമം തുടരുന്നതിനിടെയാണ് വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ല് BJPക്ക് തലവേദനയാകുന്നത്. വിദേശ ധനസഹായം സ്വീകരിക്കുന്ന സന്നദ്ധ സംഘടനകൾക്കും ട്രസ്റ്റുകൾക്കും മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഭേദഗതി ബില്ല് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ലൈസൻസ് പുതുക്കാൻ വൈകുകയോ പുതുക്കാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ സംഘടനകളുടെ ആസ്തികൾ കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാൻ അധികാരം നൽകുന്നതാണ് ബില്ലിലെ വിവാദ വ്യവസ്ഥ. ഭേദഗതിയിൽ ആശങ്ക വേണ്ടെന്ന് സംസ്ഥാന BJP പറഞ്ഞൊഴിയുമ്പോഴും വിമർശനം ശക്തമാക്കുകയാണ് ക്രൈസ്തവ സഭകൾ. നിയമ ഭേദഗതിയിൽ പ്രധാനമന്ത്രി വാക്കുപാലിച്ചില്ലെന്ന അതിരൂക്ഷ വിമർശനമാണ് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ഉന്നയിച്ചത്. പുതുതായി ഉണ്ടാക്കിയ ഭേദഗതി ബിൽ FCRAയുടെ ഭേദഗതിയിൽ പുനഃപരിശോധിക്കണമെന്നുള്ളതും സഭകൾക്ക് പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ അതിനെ പുനഃപരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളതാണ് സഭയ്ക്ക് പ്രത്യേകമായി ആവശ്യപ്പെടാനുള്ളത്. കാരണം സഭകളുടെ പള്ളികളും ഒക്കെ സന്ദർശിക്കുകയും വ്യക്തികളെ സന്ദർശിക്കുകയും സഭാ നേതാക്കന്മാർക്ക് ക്രിസ്തുമസിനും മറ്റുള്ളതിനുമൊക്കെ വിരുന്ന് സൽക്കാരം നടത്തുകയൊക്കെ ചെയ്യുന്നത് ഒരു ഇരട്ടത്താപ്പ് നയമുണ്ടോ എന്ന് സഭകൾ സംശയിക്കുന്നുണ്ട്. ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്നും വ്യക്തികളുടെയും പൗരന്മാരുടെയും അവകാശത്തിനു മേലുള്ള ലംഘനമെന്നും തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് വിമർശിച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, ക്രൈസ്തവർക്ക് മാത്രമല്ല, ഇത് സന്നദ്ധ സംഘടനകൾക്കടക്കം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതും അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ പിടിച്ചെടുക്കാനുള്ളതാണ്. മതേതര രാഷ്ട്രത്തിനെതിരാണ് ഇത്. വ്യക്തികളുടെ പൗരന്മാരുടെ അവകാശത്തിനെതിരാണ്. മാനുഷികമായ രീതിയിൽ, മതേതരമായ രീതിയിൽ, ഭരണഘടനാപരമായ രീതിയിൽ ഒത്തിരി ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്ന ഭേദഗതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ബില്ലിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് ഇന്ത്യ മുന്നണിയും. FCRA നിയമ ഭേദഗതിയിലൂടെ RSSന് മാത്രമേ വിദേശത്ത് നിന്ന് പണം ലഭിക്കൂവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. There is only one organization that can get money from abroad. No other organization can get money from abroad except the RSS. Mr. Modi can get finance from abroad through Mr. Adani, and the RSS can get finance from abroad. Nobody else can get it. ഭേദഗതിക്കെതിരെ പ്രതിഷേധവുമായി CPIM-ഉം രംഗത്തെത്തി. The basic agenda of the RSS BJP against minorities, this whole question of conversion, the whole question of property ownership. ക്രൈസ്തവ സ്നേഹം വോട്ട് മാത്രം ലക്ഷ്യമിട്ടെന്നാണ് CPI-യുടെ ആരോപണം. വിഷമിക്കുന്ന ഹിന്ദുത്വ വർഗീയ ഭ്രാന്തിൻ്റെ ഫാസിസ്റ്റ് ശൈലിയും ഇപ്പോൾ BJP ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ വരികയും ആ ചെന്നായ ഇപ്പോൾ അത് യഥാർത്ഥ മുഖം പുറത്തു കാണിച്ചിരിക്കുന്നു. FCRA നിയമ ഭേദഗതി ന്യൂനപക്ഷങ്ങളെ വരുതിയിലാക്കാനെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു കുറ്റപ്പെടുത്തി. നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ കേരളത്തിൽ നിന്നുള്ള 18 MPമാരും തയ്യാറായില്ല. രാജ്യത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ RSSന് FCRA രജിസ്ട്രേഷൻ പോലുമില്ലെന്നും PK ബിജു പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.